ഹലോ, അസ്സാം വലൈക്കും. അലിഡീല ഫുഡ് ട്രാക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടമൻ സർബത്താണ്. ഇതൊരു തുർക്കിഷ് ഡ്രിങ്ക് ആണ്. ഇതിന് ഓട്ടമൻ സർബത്ത് എന്ന് പേര് വരാൻ കാരണം പണ്ട് കാലത്ത് തുർക്കിഷ് രാജവംശമായിട്ടുള്ള ഓട്ടമൻ രാജവംശം കുടിച്ചിരുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് ആ പേര് വരാൻ തന്നെ കാരണം. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഫ്രൂട്ട്സ് ബ്ലാക്ക് ഗ്രേപ്സ്, പ്ലംസ് ആൻഡ് ചെറി. ഈ മൂന്നും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. മുന്തിരി ഒന്ന് വേർപ്പെടുത്തി ഫ്രൂട്ട്സ് എല്ലാം കഴുകി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സ് മുങ്ങി കിടക്കാൻ പാകത്തിൽ വെള്ളം വെക്കാം. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അല്പം സിനമണ്, 3 ഗ്രാമ്പൂ. ഈ വെള്ളത്തിലോട്ട് നമുക്ക് സിനമണും ഗ്രാമ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഫ്രൂട്ട്സ് നന്നായി വെന്തു. പ്ലംസിൻ്റെ തൊലിയൊക്കെ പോന്നിട്ടുണ്ട്. വെള്ളത്തിന് കളറൊക്കെ മാറിയിട്ട് ഒരു റെഡിഷ് കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് ഫ്രൂട്ട്സ് മാത്രം ഒന്ന് ഓട്ടപാത്രത്തിലോട്ടോ അല്ലെങ്കിൽ അരിപ്പത്തട്ടിലേക്കോ ഒന്ന് മാറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഫ്രൂട്ട്സിൻ്റെ സത്തൊക്കെ നന്നായി പോരുന്നത് വരെ നമുക്കിതൊന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നാരങ്ങ സ്ലൈസാക്കി അരിഞ്ഞെടുക്കാം. ഒരു നാരങ്ങ ഫുള്ളായിട്ട് വേണ്ട, അതിൽ നിന്ന് 2 സ്ലൈസ് ആക്കിയത് മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പിഴിഞ്ഞെടുത്ത ഫ്രൂട്ട്സിൻ്റെ സത്ത് ഈ ജ്യൂസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് ഒരു ജഗ്ഗിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഓട്ടമൻ സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ് ജാറിൽ ഒഴിച്ച് വെച്ച് ഒരാഴ്ചയോളം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാൻ പറ്റും. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കും കൂടിയാണിത്. സമ്മർ സീസണൊക്കെ ആകുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണിത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് കമൻറ്റ്. ഇതുപോലെ വെറൈറ്റി റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നത് വരേക്കും ബൈ.